അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പം 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കിരൺ രാജൻ കെ. വെൽക്കം ടു കീ ലേണിംഗ്. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് ജോഗ്രഫി ക്ലാസ്സാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിലൊന്നായ താപ്തിയെക്കുറിച്ചാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സിമ്പിളായിട്ടുള്ളൊരു നദിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പഠിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു നദിയാണ് താപ്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ താപ്തിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്, നമ്മൾ താപ്തിയെക്കുറിച്ചാണ്. താപ്തിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഉപദ്വീപീയ നദിയാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, താപ്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ട് നദിയുള്ളൂ. അത് ഏതൊക്കെയാണ്? നർമ്മദയുണ്ട്, താപ്തിയുണ്ട്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? താപ്തിയാണ്. എന്ത് നദി? ഉപദ്വീപീയ നദിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഈ ഉപദ്വീപ് എന്ന് അറിയേണ്ടത്? ഈ ഉപദ്വീപീയ നദി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഉപദ്വീപ് എന്ന് അറിയേണ്ടത് നമുക്ക്? അതായത് നമുക്ക് ഇന്ത്യയുടെ ഷേപ്പ് അറിയാലോ. നമ്മുടെ ഇന്ത്യ ഇത് ഗുജറാത്താന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇതേ ഷേപ്പിലല്ല നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഉപദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? 3 സൈഡും എന്താ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നോക്കിയാൽ ഇന്ത്യയുടെ 3 സൈഡും എന്താണ്, നമ്മൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ എന്തുണ്ട്? അറബിക്കടലുണ്ട്. ഇവിടെ എന്തുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇന്ത്യൻ ഓഷൻ ഉണ്ട്. അപ്പം 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപദ്വീപ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഗുജറാത്തിൻ്റെ ഈ സൈഡ് തൊട്ട് നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപദ്വീപ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ആ ഒരു ത്രികോണഭാഗം ഇല്ലേ, ആ താഴ്ഭാഗമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപദ്വീപിലെ കുറേ നദികളുണ്ട്. അതിൽ നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ നദി താപ്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കിടക്കാണ്. നോക്കിയേ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു നദീനെ പറ്റി പഠിക്കുമ്പോൾ ആ നദി എവിടെന്നാ ഉത്ഭവിക്കണേ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ താപ്തി ഉത്ഭവിക്കുന്നത് നമ്മുടെ മധ്യപ്രദേശിലുള്ള സത്പുര നിരകളിൽ നിന്നാണ്. ആ സത്പുര നിരകളടുത്തുള്ള ഒരു റിസർവ് വനമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, മുൾത്തായ് റിസർവ് വനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താപ്തിയുടെ ഉത്ഭവം ഏത് റിസർവ് വനത്തിലാണെന്ന് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? മുൾത്തായ് റിസർവ് വനം. അതുപോലെ തന്നെ ഏത് മലനിരകളിൽ നിന്നാണ്? സത്പുര നിരകളിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിൽ നിന്നാണ്. താപ്തിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 724 കിലോമീറ്റർ ആണ്. എത്രയാണ്? 724 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, താപ്തിയുടെ ആകെ നീളം. ഞാൻ പറഞ്ഞിരുന്നു പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? അത് നർമ്മദയാണ്. എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് പറഞ്ഞാൽ ഏതാണത്? താപ്തിയാണ്. ആകെ രണ്ട് ഉപദ്വീപീയ നദികൾ മാത്രമേ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയാണ്. നീളം കൂടിയ നർമ്മദയാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കുറഞ്ഞ ഉപദ്വീപീയ നദി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? നമ്മുടെ താപ്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് എങ്ങനെ? പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ ഉപദ്വീപീയ നദിയെന്നോ നീളം കൂടിയ നദിയെന്നോ ചോദിച്ചാൽ, രണ്ടാമത്തെ നീളം കൂടിയ ഉപദ്വീപീയ നദിയോ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? താപ്തിയാണ്. ഈ താപ്തി നമ്മുടെ മധ്യപ്രദേശിലെ സത്പുര നിരകൾക്ക് അടുത്തുള്ള മുൾത്തായ് റിസർവ് വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് ഖമ്പത്ത് എന്ന സ്ഥലത്ത് പോയിട്ട് പതിക്കുന്നു. ഗുജറാത്തിലെ എവിടെയാണ്? ഗൾഫ് ഓഫ് ഖമ്പത്ത്. ഗൾഫ് ഓഫ് ഖമ്പത്ത് എന്ന സ്ഥലത്താണ് എന്ത് ചെയ്യണത്? പതിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയാൽ നർമ്മദയുടെ ഇരട്ട എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് താപ്തി എങ്ങനെ ഒഴുകണേ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ താപ്തി എന്ന് പറയുന്നത് നോക്കിയാൽ ഇവിടെ വിന്ധ്യ ഉണ്ട് കേട്ടോ. ഇത് വിന്ധ്യയാണ്, ഇത് സത്പുരയാണ്. ഈ വിന്ധ്യയുടെയും സത്പുരയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചത് ഇത് നർമ്മദയാണ്. ഇത് നർമ്മദയാട്ടോ. ഈ നദി നർമ്മദ. ഇത് നമ്മുടെ നർമ്മദയാണ്. ഈ നർമ്മദയുടെ തൊട്ട് താഴെ ഈ ഒഴുകുന്ന നദിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, താപ്തി എന്ന് പറയുന്നത്. അതായത് ഇത് മധ്യപ്രദേശാണ്. ഇവിടെ മഹാരാഷ്ട്ര വരുന്നുണ്ട്. ഈ മഹാരാഷ്ട്ര ഇവിടെ എന്ത് വരുന്നുണ്ട്? ഗുജറാത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മധ്യപ്രദേശിൽ നിന്നും ഉത്ഭവിച്ച്
നേരെ എന്താ പറയുക മഹാരാഷ്ട്രയിലൂടെ കടന്ന് ഗുജറാത്ത് വഴി നേരെ പോയിട്ട് ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന സ്ഥലത്ത് വന്ന് പതിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഏതൊക്കെ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നുണ്ട്? മധ്യപ്രദേശിൻ്റെ തൊട്ട് താഴെയുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് നേരിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? നമ്മുടെ എവിടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്ത് എത്തുന്നുണ്ട്. ഓക്കെ, മധ്യപ്രദേശിൽ ഒഴുകിയിട്ട് മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മൾ ഏത് വഴിയാണ് പോണത്? നേരെ മഹാരാഷ്ട്ര വഴി അവിടെ നിന്ന് നേരെ ഗുജറാത്തിലാണ്. അപ്പം പ്രധാനമായിട്ടും 3 സംസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ താപ്തി ഒഴുകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? ഗുജറാത്താണ്. ഇനി നോക്കിയേ, നമ്മുടെ ഈ താപ്തിയും നമ്മുടെ നർമ്മദയും ഏതാണ്ട് ഒരുപോലെയല്ല ഒഴുകുന്നത്. നോക്കിയേ നർമ്മദ ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകാണ്. നോക്കിയേ, എന്നാൽ താപ്തി നോക്കിയേ അതേ പാരലായിട്ടല്ല ഒഴുകണത്. അതുകൊണ്ട് തന്നെ നർമ്മദയുടെ ഇരട്ട അല്ലെങ്കിൽ നർമ്മദയുടെ തോഴി എന്ന് പറയാൻ സാധിക്കും. എന്താണ്? നർമ്മദയുടെ ഇരട്ട. നോക്കി, നർമ്മദയാണ്, നർമ്മദയ്ക്ക് പാരലായിട്ടല്ലേ താപ്തി ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നർമ്മദയുടെ ഇരട്ട അല്ലെങ്കിൽ നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന ഏതാണ്? താപ്തിയാണ്. അതുപോലെ നോക്കിയാൽ ഈ ഒരു ഫിഗറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ താപ്തിയുടെ വടക്ക് ഭാഗത്തുള്ള ഭൂരൂപം ഏതാണ്? അത് സത്പുരയാണ്. ഓക്കെ, താപ്തിയുടെ വടക്ക് ഭാഗത്തുള്ള ഭൂരൂപം ഏതാണ്? സത്പുര. ഇതാണെന്നറിയാലോ, ഇതാണ് വടക്ക് എന്ന് പറയണത്, ഇതാണ് എന്തെന്ന് പറയണത്? തെക്ക് എന്ന് പറയണത് അല്ലേ? അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണ്, താപ്തിയുടെ തെക്കേ സൈഡിലുള്ള ഭൂരൂപം ഏതാണ്? അതായത് നോക്കിയേ, താപ്തി എന്ന് പറയുന്നത് ഇതാണ്. താപ്തി എന്ന് പറയുന്നത് നോക്കിയേ, ഇതാണ് താപ്തി അല്ലേ? അപ്പം താപ്തിയുടെ തെക്കേ സൈഡിലുള്ള ഭൂരൂപം ചോദിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഈ ഒരു മേഖലയാണ്. അതെന്താണ്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയാണ്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ സത്പുരയുടെയും അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെയും ഇടയിലൂടെയാണ് ആരൊഴുകുന്നത്? താപ്തി ഒഴുകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ വിന്ധ്യയുടെയും സത്പുരയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണല്ലോ നർമ്മദ. അതുകൊണ്ട് തന്നെ വിന്ധ്യ എങ്ങനെയാണ്? ഒരു ഉയർന്ന പ്രദേശമായിരിക്കും അല്ലേ? ഇത് വിന്ധ്യ ഉയർന്ന പ്രദേശമായിരിക്കും. അതുപോലെ എന്താ? സത്പുരയും ഉയർന്ന പ്രദേശമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒഴുകണ കാരണം ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ എന്താ പറയുക? ദ്രംശ താഴ്വര അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വാലി എന്ന് പറയും. അപ്പോൾ ഡ്രിഫ്റ്റ് വാലി അല്ലെങ്കിൽ ദ്രംശ താഴ്വരയോട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ആരെന്ന് പറയണത്? നമ്മുടെ നർമ്മദ എന്ന് പറയണത്. അതുപോലെ തന്നെ ദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് എന്തെന്ന് പറയണത്? നമ്മുടെ താപ്തി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മുടെ നർമ്മദ ഒഴുകാൻ കാരണം ദ്രംശ താഴ്വര രൂപീകരിക്കാനുള്ള കാരണം അപ്പുറത്ത് വിന്ധ്യയുണ്ട്, ഇപ്പുറത്ത് സത്പുരയുണ്ട്. എന്നാൽ താപ്തിയുടെ കേസ് വരുമ്പോൾ താപ്തിയുടെ വടക്കേ സൈഡിൽ മാത്രമേ ഈ ഒരു പർവ്വതമായിട്ട് ആരുള്ളോ? സത്പുരയുള്ളോ. എന്നാൽ തെക്കേ സൈഡിൽ എന്താ? പീഠഭൂമിയൊക്കെ എടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് താപ്തി എന്താ പറയുക ഒരു ദ്രംശ താഴ്വരയിലൂടെ ഒഴുകണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കിയേ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സത്പുര. ഇപ്പുറത്തെ സൈഡാണ് എന്തെന്ന് പറയണത്? പീഠഭൂമി ആയിട്ടുള്ള ഏത്? ഡെക്കാൻ പീഠഭൂമി. പീഠഭൂമി എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താ? അതായത് ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഭൂപ്രദേശത്തെ, വിശാലമായ ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പീഠഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയേ, ഈ ഡെക്കാൻ പീഠഭൂമി എന്താണ്? ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ സത്പുരയുണ്ട്, ഇവിടെ ഡെക്കാൻ പീഠഭൂമിയുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും ഉയർന്ന രണ്ട് പ്രദേശമായ കാരണം ഇതിലൂടെ ഒഴുകുമ്പോൾ എന്തായിരിക്കും? ഇവിടെയും എന്തുണ്ടാവും? ഒരു ദ്രംശ താഴ്വര. അതുകൊണ്ട് തന്നെ ദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാലും അതേ തന്നെയാണ്, നമ്മുടെ താപ്തി റിവറാണ്. അപ്പം നർമ്മദയും താപ്തിയും ഏതിലൂടെ ഒഴുകുന്നതാണ്? നമ്മൾ ദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നതാണ്. നോക്കിയേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദ്രംശ താഴ്വര എന്ന് പറഞ്ഞത്. നോക്കിയേ, ഇത് നമ്മുടെ സത്പുരയുടെ ഭാഗമാണെന്ന് വിചാരിക്കും. ഇത് സത്പുരയുടെ ഭാഗമാണ്. സത്പുരയുടെ ഭാഗമാണ്. ഇതെന്താണ്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇത് പീഠഭൂമിയാണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. നോക്കിയേ, അപ്പം നോക്കി, ഇത് രണ്ടും എങ്ങനെയാണ്? നോക്കിയേ, രണ്ടും ഉയർന്ന പ്രദേശങ്ങളും അതിൻ്റെ നടുക്കൊരു താഴ്ന്നൊരു
താഴ്വരയുമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്രംശ താഴ്വര എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള താഴ്വരയിലൂടെയാണ് ആരൊഴുകുന്നത്? നമ്മുടെ താപ്തിയും ഒഴുകുന്നത്, നർമ്മദയും ഒഴുകുന്നത്. അപ്പം ദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നർമ്മദയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദയാണ്. എന്നാൽ രണ്ടാമത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? താപ്തിയാണ്. അപ്പോൾ ദ്രംശ താഴ്വര എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനാണ് റിഫ്റ്റ് വാലി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മൾ താപ്തിയെ പറ്റി പഠിക്കുമ്പോൾ, ഏത് നദിയെ പറ്റി പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകണേന്ന് മനസ്സിലാക്കണം. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മുടെ ഗുജറാത്തിലുള്ള ഗൾഫ് ഓഫ് ഗംബത്ത് വന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? പതിക്കുകയാണ്. അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് പതിക്കുകയാണ്, അറബിക്കടലിൽ പതിക്കുകയാണ്. അതുപോലെ തന്നെ അതിന് നടുക്ക് ഏത് സംസ്ഥാനത്തിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്? മഹാരാഷ്ട്രയിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 സംസ്ഥാനത്തിലൂടെയാണ് പ്രധാനമായും താപ്തി ഒഴുകുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? മധ്യപ്രദേശിലെ എന്താ പറയുക, മുൾത്തായ് റിസർവ് വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് മഹാരാഷ്ട്രയിലൂടെ ഒഴുകി നമ്മുടെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് ഗംബത്ത്, അവിടെ എന്താ ഉള്ളത്? അറബിക്കടലാണ്. അവിടെയാണ് പോയി പതിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, ദ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ താപ്തിയാണ്. രണ്ടാമത്തെ വലിയ നദി. ഏറ്റവും വലിയ നദി ഏതാ? ദ്രംശ താഴ്വരയിലൂടെ നമ്മുടെ നർമ്മദയാണ്. അപ്പോൾ രണ്ടാമത്തെ വലിയ നദിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ താപ്തി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു നദി പഠിക്കുമ്പോഴും അതിൻ്റെ പോഷക നദികളെ കുറിച്ച് നല്ല ധാരണ വേണം. അപ്പോൾ നമ്മൾ താപ്തിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? അരുണാവതി, ഗിർന, പൂർണ, പദ്ക്കി, ആനാർ. ഓക്കെ, ഏതൊക്കെയാണ്? അരുണാവതി, ഗിർന, പൂർണ, പദ്ക്കി, ആനാർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട താപ്തിയിലെ പോഷക നദികൾ. ഇനി അതുപോലെ തന്നെ നമ്മൾ താപ്തിയെ പറ്റി പഠിക്കുമ്പോൾ ആ താപ്തിയുടെ അടുത്തുള്ള പ്രധാന പട്ടണങ്ങളും അതുപോലെ തന്നെ താപ്തിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും പഠിക്കണം. അതായത് ഏത് റിവർ പഠിക്കുമ്പോഴായാലും ഏത് നദികൾ പഠിക്കുമ്പോഴായാലും അതിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദികൾ അതുപോലെ തന്നെ അതിലെ ജലവൈദ്യുത പദ്ധതികളും പഠിക്കണം. അപ്പോൾ നോക്കിയേ, നമ്മുടെ താപ്തിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് സൂററ്റ്. സൂററ്റ് എവിടെയാണെന്ന് അറിയാലോ? അത് ഗുജറാത്ത് ാണ്. അതുപോലെ നേപ്പാനഗർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നേപ്പാനഗർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പൊ മധ്യപ്രദേശിലാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നേപ്പാനഗറും. സൂററ്റിലാണ്. സൂററ്റ് എവിടെയാണ്? ഗുജറാത്താണ്. ഈ സൂററ്റും നേപ്പാനഗറും എവിടെയാണ്? നമ്മുടെ താപ്തിയുടെ തീരത്താണ്. ഇത് നോക്കിയേ, താപ്തിയുടെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കാക്രപ്പാറ, അതെവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ ഏതാണ്? ഉദ്കായ് ഓർ ഊക്കായ്, എവിടെയാണ്? അത് ഗുജറാത്തിൽ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണ്? കാക്രപ്പാറ ഉണ്ട്, അതുപോലെ ഉദ്കായ് അല്ലെങ്കിൽ ഊക്കായ്, അതൊക്കെ എവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ കാക്രപ്പാറ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതും താപ്തി നദിയുടെ തീരത്താണ്. അപ്പോൾ കാക്രപ്പാറ ജലവൈദ്യുത പദ്ധതിയും അതുപോലെ കാക്രപ്പാറ ആണവ നിലയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ താപ്തിയുടെ തീരത്താണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് കാക്രപ്പാറയുണ്ട്, അതുപോലെ ഉദ്കായ് അല്ലെങ്കിൽ ഊക്കായ് ഉണ്ട്. ഇത് രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ കാക്രപ്പാറ ആണവ നിലയവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താപ്തിയുടെ തീരത്താണ്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ജോഗ്രഫി ക്ലാസ്സിൽ എല്ലാവരും മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.